ലക്കി വ്ളോഗ്സ് ബൈ ധീരജിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. മുളക് കറിയായിട്ടാണ്. നമുക്ക് ദോശൻ്റെ ഇഡലീൻ്റെയും കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള ഒരു കറിയാണ്. മെയിനായിട്ട് തട്ടുദോശയിലാണ് കേട്ടോ കാണുന്നത്. നമുക്ക് നേരെ ഇനി വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വറ്റൽ മുളകാണ്. അപ്പോൾ ഞാൻ തണ്ട് കളഞ്ഞ് കുറച്ച് വറ്റൽ മുളക് ഇവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യത്തിന് വേണ്ട വറ്റൽമുളക്. ഇനി ഇതിലേക്ക് നല്ല തിളപ്പിച്ച ചൂടുവെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ച് ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഇത് അടച്ച് വെച്ചിരിക്കുക. അപ്പോൾ ഇതങ്ങ് സോഫ്റ്റ് ആയിക്കോളും. ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളിനി വെള്ളം തോത്തി നമ്മൾ മുളകിനെ എടുത്ത് മിക്സിയിൽ ഇടുക. ഇനി കുറച്ച് പുളി. ഇതിന് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുറച്ച് പുളിയാണ്. പിന്നെ ടേസ്റ്റിന് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്. പിന്നീട് ഒരു വലിയ ഉള്ളിൻ്റെ പകുതി. ഇത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതിലിടുന്നുണ്ട്. ഇത്രയും ഐറ്റംസ് നമുക്ക് നല്ലതുപോലെ മഷിയായിട്ട് അരച്ചെടുക്കുക. ഇത് ഊറ്റിയെടുത്ത വെള്ളമാണ് കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ച് അരച്ചെടുക്കുന്നത്. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റാം. ഈ ടൈമിൽ നമുക്ക് പുളിയോ ഉപ്പോ കുറവുണ്ടെങ്കിൽ നമുക്കിത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പുളിയാണ് കുറവെങ്കിൽ പുളിവെള്ളം കട്ടിക്ക് ആക്കി നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ആഡ് ചെയ്യുന്നത് ഇച്ചിരി കായപ്പൊടിയാണ്. ചെറിയൊരു ഫ്ലേവറിന്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. കായപ്പൊടി ഇടുമ്പോൾ ഒരു ചെറിയൊരു ടേസ്റ്റ് കുറച്ചുകൂടെയും കിട്ടും. അതിന് വേണ്ടിയാണ് കായപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ മുളകിൻ്റെ ഒരു കുത്തൽ കാണുമല്ലോ, അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടും ഒരു കടുപ്പായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പഞ്ചാര കൂടെ ആഡ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്നത് കടുക് താളിക്കാൻ പോവുകയാണ്. ഇച്ചിരി വെളിച്ചെണ്ണയിൽ കടുക്, ഉള്ളി, വറ്റൽമുളക്, കരിവേപ്പില എല്ലാം കൂടെ ആക്കി നമുക്ക് അതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാം. കടുകും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ഒരു ലുക്കും ടേസ്റ്റും കൂടെ ആവുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. എരിവും പുളിയും ഉപ്പും എല്ലാം ഒന്നിനും മിച്ചം നിൽക്കുന്നത്. കാണാൻ മാത്രമല്ല ടേസ്റ്റ് ഒന്നിനും മിച്ചമാണ്. നമുക്ക് ഇഡലി, ദോശ, ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സംഗതി കഴിക്കാവുന്നതാണ്. എല്ലാവരും നമ്മളെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നീട് നമ്മളുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.